ഗുഡ് മോർണിംഗ്. രജിത ബാലു ആണേ. ഓണമിങ് എത്താറായി അല്ലേ? ദുരിതം പേറിയുള്ള ഈ കർക്കിടകത്തിലും നമ്മുടെ എല്ലാം ശുഭപ്രതീക്ഷ വരാനിരിക്കുന്ന ചിങ്ങപ്പുലരിയെ വരവേൽക്കുക എന്ന് പറയുന്നതാണ് അല്ലേ. ചിങ്ങം എന്ന് പറയുമ്പോ എന്താ പറയാ, എന്തെന്നില്ലാത്ത ഒരു പ്രത്യേക ഫീലാണ് അല്ലേ ചിങ്ങമാസം. അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, പ്രകൃതി പോലും ഉടുത്തൊരുങ്ങി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ചിങ്ങം എന്ന് തോന്നിയിട്ടുണ്ട്. ഈ ദുരിതത്തില് ഒരുപാട് ദുർഘടമൊക്കെ കടന്ന് നമ്മളെല്ലാവരും ഒന്ന് റിഫ്രഷ് ആയ പോലെയുള്ള ഒരു ഫീലിംഗ് ആണ്. പിന്നെ ചിങ്ങം മാത്രല്ല, ഓണം കൂടിയാണല്ലോ. ഓണത്തിന്റെ മെമ്മറീസ് പറയേണ്ടതില്ലല്ലോ. എൻ്റെ കുട്ടിക്കാലം ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വളരെ റിച്ച് ആയിരുന്നു. തൊടിയിലും പറമ്പിലും ഒക്കെ നമ്മൾ അയൽപ്പക്കത്തുള്ള കുട്ടികളോടൊപ്പം പൂക്കൾ പറിക്കാൻ പോയിരുന്നതും അതുപോലെ മത്സരിച്ച് പൂക്കളം ഒക്കെ ഇട്ടിരുന്നതും. എന്നിരുന്നാലും ഷെയറിങ് ഉണ്ടായിരുന്നു കേട്ടോ അന്നത്തെ നമ്മളുടെ ആ ഒരു കുട്ടിക്കാലത്തെ ഫ്രണ്ട്ഷിപ്പിലൊക്കെ. നമ്മളുടെ കയ്യിൽ കൂടുതൽ പൂക്കൾ ഉണ്ടെങ്കിൽ മറ്റ് കുട്ടികൾക്ക് കൊടുക്കാനും അവർക്ക് അവരുടെ പൂക്കളം ഒരുക്കാൻ സഹായിക്കാനും ഒക്കെ നമ്മൾ കൂട്ടു നിൽക്കാറ് ഉണ്ടായിരുന്നു. നല്ല നല്ല മെമ്മറീസ് ആണ് ആ ഒരു കാലഘട്ടം ഓർക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറെ ഇഷ്ടം അല്ലെങ്കിൽ ഏറെ ഇഷ്ടപ്പെട്ട ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഓണം തന്നെയാണ് കേട്ടാ. ഓണം, ഓണപ്പായസം, ഓണക്കോടി, അങ്ങനെ എന്തെല്ലാം കഥകള് അല്ലേ. അപ്പോഴേ ഈ ഓണത്തിന് നമുക്ക് എന്തായാലും ഇപ്പൊ ഏതെല്ലാം തരത്തിലുള്ള ഏതെല്ലാം കളറുകളിലുള്ള പൂക്കളാണ് നമുക്ക് വിപണിയിൽ കിട്ടുന്നത് അല്ലേ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 50 രൂപയ്ക്ക് ഒരു കിറ്റ് വാങ്ങിച്ചാൽ അത്യാവശ്യം പൂക്കളം ഒരുക്കാനുള്ള പൂക്കളൊക്കെ കിട്ടാറുണ്ട്. എന്നിരുന്നാലും എനിക്ക് എൻ്റെ പൂക്കളത്തിൽ എൻ്റെതായ കുറച്ച് പൂക്കളെങ്കിലും ഇടണം എന്നുള്ള ആഗ്രഹം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ചെണ്ടുമല്ലിയുടെ തൈകൾ വാങ്ങിച്ചിട്ട് പൂക്കൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച് നട്ട് നനച്ച് ഉണ്ടാക്കാറുണ്ട്. ആ സമയം ആവുമ്പോഴേക്കും ഇവിടെ കൃഷിഭവനിൽ നിന്ന് നമുക്ക് സബ്സിഡിയിൽ 1 രൂപയ്ക്ക് ചെണ്ടുമല്ലി തൈ കിട്ടും. ഏകദേശം ഒരു 3-4 സെന്റിമീറ്റർ വലുപ്പത്തിലുള്ള, അതായത് മുളച്ചതിന് ശേഷം 2 ഇല പരുവത്തിലുള്ള തൈയാണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ കുടുംബശ്രീ CDS ഓഫീസിൽ നിന്നും നമുക്ക് കിട്ടാറുണ്ട്. അവിടെ 3 രൂപയാണ് വില. അങ്ങനെ നമ്മളത് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയതിന് ശേഷം ഒരു 70ഓളം തൈയാണ് ഞാൻ പ്രാവശ്യം വാങ്ങിയിട്ടുള്ളത്. അത് നിലത്തും ചട്ടിയിലൊക്കെ ആയിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ദാ കണ്ടില്ലേ, ചെടികളൊക്കെ ഇത്രത്തോളം വളർന്നു. അപ്പോഴേ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 1 മാസം മുൻപാണ് തൈ കിട്ടിയത്. എന്നിരുന്നിട്ട് പോലും ഓണാകുമ്പോഴേക്കും നമ്മൾ ശുശ്രൂഷിച്ച് അതിൽ നിന്നൊക്കെ പൂവ് ഇറുക്കാൻ പാകത്തിന് വളർത്തിയെടുത്തു. ഇപ്രാവശ്യം അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും കുറച്ച് ദിവസത്തിനുള്ളിലായിട്ട് തരരുത്, അറ്റ്ലീസ്റ്റ് ഒരു 1.5-2 മാസമെങ്കിലും നിലനിൽക്കെ തരണം, ഓണത്തിന് മുന്നായിട്ട് തരണം തൈ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നേരത്തെ തന്നുട്ടാ നമുക്ക്. ഇത് ഏകദേശം 25 ദിവസമായിട്ടുള്ള നമ്മുടെ ചെണ്ടുമല്ലിയുടെ ചെടികളാണ്. അങ്ങനെ ഈ തൈകൾ കിട്ടിയതിന് ശേഷം നമ്മൾ പിന്നെ അത് ഞാൻ കുറെ ചട്ടികളിലും നിലത്തുമാക്കിയല്ലോ. അങ്ങനെ നമ്മൾ ഇതാ നട്ട് നനച്ച് വളർത്തി. ഇപ്പൊ എൻ്റെ പൊക്കത്തോളം ഏകദേശം എൻ്റെ എന്താ പറയാ ഷോൾഡർ വരെ വളർന്നിട്ടുണ്ട് എൻ്റെ ചെണ്ടുമല്ലി ചെടികൾ. നമ്മൾ ഇത് സാധാരണ 2 ഇല പരുവായി നമ്മൾ അത് മണ്ണിൽ വേരുറച്ചു കഴിഞ്ഞാൽ പിന്നെ വളങ്ങൾ കൊടുത്തു തുടങ്ങാം. അതുപോലെ ഏകദേശം ഒരു 1/2 അടി അല്ലെങ്കിൽ ഏകദേശം ഒരു 1 അടിയോളം എത്തും മുൻപായിട്ട് നമുക്ക് അതിന്റെ തലപ്പൊക്കെ ഒന്ന് നുള്ളി കൊടുക്കുകയാണെങ്കിൽ നിറയെ ബ്രാഞ്ചസ് പൊട്ടിമുളച്ചു വരും. അപ്പൊ നമുക്ക് ആ ബ്രാഞ്ചസിലൊക്കെ പൂക്കളുണ്ടാവും, ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും. പിന്നെ തന്നെയല്ല, ആ ചെടി ഒന്ന് ഹെൽത്തി ആയി നിൽക്കാൻ, ഒറ്റത്തണ്ടാണല്ലോ, അപ്പൊ അത് ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അതേസമയം നമ്മൾ തലപ്പെടുത്തതിന് ശേഷം നിറയെ ബ്രാഞ്ചസ് വരും, അതിനൊരു ബാലൻസ് കിട്ടും മണ്ണിൽ ഉറച്ചു നിൽക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതും നല്ലതാണ് കേട്ടാ. അതിപ്പോ നമ്മൾ പച്ചമുളകിന്റെ ചെടിക്കാണെങ്കിലും ജമന്തിയുടെ ചെടികൾക്കാണെങ്കിലും ഒക്കെ ഇങ്ങനെ തലപ്പ് നുള്ളി കൊടുക്കുന്നത് നല്ലതാണ്. ഞാനേ നിങ്ങൾക്ക് അതിന്റെ ഹൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ചൂലിന്റെ വടിയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചതാണ് കേട്ടാ, ചട്ടിയിലുള്ളവരുടെ ഒരു ഹൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും നിലത്തുള്ള ചെടികൾ എൻ്റെ പൊക്കത്തോളം ആയിട്ടുണ്ട്. അങ്ങനെ ഇത്രയും ഭംഗിയിൽ നല്ല കടും പച്ച നിറത്തിലുള്ള ഇലകളായിട്ട് നല്ല തണ്ടൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള എൻ്റെ ഈ ചെണ്ടുമല്ലിക്ക് ഞാൻ നൽകുന്ന ശുശ്രൂഷകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ, അറിയണ്ടേ? അപ്പോ ഇതാണ് എൻ്റെ വളങ്ങള്. ഈ കാണുന്ന വൈറ്റ് കളറിലുള്ള തരി പോലെയുള്ള ഈ ഒരു വസ്തുവാണ് എപ്സം സാൾട്ട് വളങ്ങളോടൊപ്പം ചേർത്ത് കൊടുക്കണതിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, എന്തോ ഒരു മാജിക് മൂപ്പര് കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ പിങ്ക് കളറിലുള്ള പൗഡർ എന്ന് പറയുന്നത് 19-19-19 എന്ന് പറയുന്ന NPK ആണ്, ഈക്വൽ റേഷ്യോയിലുള്ള NPK ആണ് ഇത്. അതുപോലെ തന്നെ ഞാനിത് കൊടുക്കാറുള്ളത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 5 ഗ്രാം NPK 19-19-19 1 നുള്ള് എപ്സം സാൾട്ടും മിക്സ് ചെയ്തിട്ട് അതാണ് കൊടുക്കാറുള്ളത്. നമുക്ക് ചെടി മണ്ണിൽ
മണ്ണിൽ, അതായത് തൈ മണ്ണിൽ പിടിച്ചു കഴിഞ്ഞാൽ വേരോടിയാൽ പിന്നെ വളങ്ങൾ കൊടുത്തു തുടങ്ങാം. അതുപോലെ ഈ ഗാർഡൻ ഗോൾഡ് എന്ന് പറയുന്ന ആർസിമിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. നമുക്കിങ്ങനെ തരിതരിയായിട്ട് ഒരു മിക്സ്ചർ പോലെയാണ് കിട്ടാറുള്ളത്. ഇതും 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഏകദേശം 1 സ്പൂണോളം ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ചെടികൾക്ക് കൊടുക്കാറുള്ളത്. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന എല്ലാ വെജിറ്റബിളിന്റെ വേസ്റ്റും ഇതുപോലെ ഒഴിഞ്ഞ പാത്രങ്ങളിലെ ഡബ്ബകളൊക്കെ ആക്കിയിട്ട് ബാക്ക് സൈഡിൽ മാറ്റി വെക്കും. ഇതൊരു 2-3 ദിവസം പുളിപ്പിച്ച് അത് ഒരു 3 ഇരട്ടിയോ 5 ഇരട്ടിയോ ഒക്കെ ആക്കിയിട്ട് വെള്ളം ചേർത്ത് ഡെല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ മത്തിയുടെ ഫിഷ് അമിനോ ആസിഡാണ് കാണിച്ചത്, ഇതൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ തൈയാണ് നമുക്ക് കിട്ടാന്ന് പറഞ്ഞുല്ലോ, ആ തൈ കിട്ടിയതിന് ശേഷം നമ്മളൊരു പോട്ടി മിക്സർ തയ്യാറാക്കും. മണലും വെണ്ണീറും ചാണകപ്പൊടിയും അതുപോലെ തന്നെ നമ്മളുടെ കരിയിലയും ഒക്കെ ചേർത്തിട്ട് ഉള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു മിശ്രിതമാണ് നമ്മൾ ചട്ടിയിൽ നിറയ്ക്കുക. അല്ലെങ്കിൽ നമ്മളൊരു തടമെടുത്ത് അതിൽ ഈ മണ്ണ് നിറച്ചതിന് ശേഷമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള തൈകൾ അതിൽ വെച്ചു കൊടുക്കാറുള്ളത്. എന്നിട്ട് എല്ലാ 4 ദിവസം കൂടുമ്പോഴും വളം ഒഴിച്ചു കൊടുക്കും. അതുപോലെ കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളി, സവാള, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ നമ്മൾ തയ്യാറാക്കുമല്ലോ കറികൾക്കൊക്കെ വേണ്ടിയിട്ട്, അത് സെപ്പറേറ്റ് ഞാൻ മാറ്റി വെച്ചിട്ട് വെള്ളം ഒഴിച്ച് വെക്കാറുണ്ട്. അതൊരു 3 ദിവസം കഴിയുമ്പോൾ നന്നായി ഞെക്കി പിഴിഞ്ഞെടുത്തിട്ട് 5 മടങ്ങ് വെള്ളം ചേർത്തിട്ട് അത് ചെടികളെ ഒന്ന് കുളിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇലകളിലൊക്കെ തട്ടത്തക്ക വിധത്തിൽ ഒന്ന് കുളിപ്പിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് മറ്റു പ്രാണിശല്യം ഒന്നും ഉണ്ടാവില്ല. നന്നായിട്ട് പൂവിടാനും അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് എൻ്റെ എന്താ പറയുക ചെണ്ടുമല്ലികള് 1 മാസം ആകുമ്പോഴേക്കും നിറയെ പൂക്കൾ ഉണ്ടാവുന്നത്. കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഷോർട്സോ ഇൻസ്റ്റഗ്രാമോ ഒക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയും നിറയെ പൂക്കളായിരുന്നു. ഞാൻ ആ വീഡിയോസും തപ്പി നോക്കിയിട്ട് എനിക്ക് അധികം കിട്ടിയില്ല. പിന്നെ ഇൻസ്റ്റയിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാന്ന് പറഞ്ഞത് അത്ര എളുപ്പമല്ലല്ലോ. എന്നാലും അവിടെ ഇവിടെ ആയിട്ട് കിടന്നിരുന്ന കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്, അതായത് പൂക്കൾ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ അടുത്ത ഓണത്തെ വരവേൽക്കാൻ എൻ്റെ ചെണ്ടുമല്ലി നിറയെ മുട്ടിട്ടിട്ടുണ്ട് കേട്ടാ. കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. 2 നിറങ്ങളിലായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഓറഞ്ചും മഞ്ഞയും. അപ്പൊ എല്ലാ ചെടികളിലും മുട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെയൊക്കെ പൂത്തുലഞ്ഞ് നിൽക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും അങ്ങനെ ചെടികൾ തൈകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് വളപ്രയോഗം ചെയ്തു നോക്കൂട്ടാ. നമുക്ക് കുഞ്ഞൻ തൈകളായിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ വളങ്ങൾ മിക്സ് ചെയ്യുക. കൊടുക്കുന്ന സമയത്ത് കുഞ്ഞൊരു തൈക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, വളത്തിന്റെ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ അതിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് ഏകദേശം വലിയൊരു കപ്പ് ഫുള്ളായിട്ടും വളം ഒഴിച്ചു കൊടുക്കുക. ചെടിയെ കുളിപ്പിക്കത്തക്ക വിധത്തിൽ ഒഴിച്ചു കൊടുത്താൽ അത്രയും നന്നായിരിക്കും കേട്ടാ. അതുപോലെ തന്നെ ഇന്ന് ഞാൻ 19-19-19 എപ്സം സാൾട്ടും ചേർത്ത വളമാണ് കൊടുക്കുന്നതെങ്കിൽ അടുത്ത 4 ദിവസം കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ RCMന്റെ ആ ഒരു വളത്തിന്റെ മിക്സർ, അത് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത്. അതുപോലെ മാറിയിട്ടാണ് ഓരോ 4 ദിവസം കൂടുമ്പോഴും മാറിയിട്ടാണ് കൊടുക്കാറുള്ളത്. അതുപോലെ 2 ആഴ്ച കൂടുമ്പോഴാണ് ഞാൻ അമിനോ ആസിഡ് നമ്മുടെ 19-19-19ന്റെ മിക്സറിൽ ചേർത്ത് കൊടുക്കാറുള്ളത്. ഏകദേശം ഒരു 5 ml ഒക്കെ 1 ലിറ്ററിലേക്ക് മതിയാകും. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.